ഒരു ദിവസം ഞാൻ ഭാവിയിൽ കളക്ടറായിട്ട് മാറി. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി +2 ഉന്നത വിജയം നേടിയ ആഷിഖാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാര്യം പത്തനംതിട്ട ജില്ലാ കളക്ടർ ആഷിഖിനെ ഒന്ന് കാണാൻ പോവുകയാണ്. അശ്വിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും അനിയനും പിന്നെ അമ്മയും. അമ്മൂമ്മ അല്ല അമ്മ. അമ്മ. ഓക്കെ. അപ്പം ഇപ്പം +2 പാസ്സായി അല്ലേ? എവിടെ പഠിച്ചത്? ഞാൻ ബോയ്സ് അതിലാണ് പഠിച്ചത്. കാറിന്റെ പോലെ അതെ, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കണ്ടുകൊണ്ടാണ് ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ഇതിൽ സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇറങ്ങാം ഇടയ്ക്കിടയ്ക്ക്. ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ. ശരി. ബോയ്സ് പഠിച്ചു. ഇനി ഏത് കോഴ്സ് എടുക്കാനാ പോകുന്നത്? ഞാൻ CUT എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എടുത്തിട്ട് സിവിൽ സർവീസിന് പ്രിപ്പറേഷൻ. എവിടെ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു? എവിടെയെങ്കിലും ഡൽഹി പോയിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചൂസ് ചെയ്തോ? വാജിറാം ലിസ്റ്റി ALS ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അവിടെ യൂട്യൂബിലെ കുറെ വീഡിയോ ഒക്കെ കാണും. ഇപ്പൊ തന്നെ ന്യൂസ് പേപ്പർ ഒക്കെ അനലിസിസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. സിലബസ് ഒക്കെ കുറച്ച് നോക്കാം. സിലബസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ന്യൂസ് പേപ്പർ ഏതാ വായിക്കുന്നത്? ന്യൂസ് പേപ്പർ ഹിന്ദു. ഹിന്ദു പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കും. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒക്കെ ആയോ എന്ന് പറഞ്ഞാൽ? കുറച്ചായിട്ടുണ്ട്. എനിക്ക് മലയാളം ഫ്ലുവൻസി ആയിട്ടുണ്ട് എന്തായാലും. ശരി. ഏത് ഡിഗ്രിക്ക് എന്തെടുക്കാനാ പോകുന്നത്? പൊളിറ്റിക്കൽ സയൻസ്. എവിടാ ചെയ്യുന്നത്? ഡൽഹി തന്നെയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിലാ? +2 എത്ര മാർക്ക് ഉണ്ട് ഇപ്പം? ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അച്ഛൻ എന്താ ജോലി? എന്താ കുറച്ച് പരീക്ഷയുടെ ദിവസം ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഇവിടെ വന്ന് എന്നിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ? ഓക്കെ. ശരി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ എന്ന് പറയാം. നല്ല രീതിയിൽ എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ വന്നാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ട് പോകുന്നതിന് മുന്നേ. പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. കാര്യം പൈസ ഒരുപാട് ചിലവാകും. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചില്ല അവർ പറ്റിക്കുകയും ചെയ്യും. അപ്പം അതൊന്നും നോക്കിക്കോണം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോനെ നീ പഠിച്ചോ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്യും. അത് ശരി. വെരി ഗുഡ്. ക്ലാസ് ടീച്ചർ ഉണ്ട്. ശരി. അതെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ പഠിക്കുന്നു എന്നുള്ളത് വലിയ. പിന്നെ ഇത് എന്റെ ഫ്രണ്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. മലയാളം പഠിപ്പിച്ചു കൊടുത്തത്. ശരി. എന്താ പേരെന്താ? അദ്വൈത്. ഓക്കെ. ശരി. സ്കൂൾ ടോപ്പറാണ്. ആണോ? സ്കൂൾ ടോപ്പറാണ്. ശരി. എന്താ അദ്വൈത് എന്താവാൻ ആഗ്രഹം? IAS ആണ്. പോകുന്നുണ്ടോ? ഡൽഹി പോവാണോ പഠിക്കാൻ? അതെന്താണ്? എൻട്രൻസ് ഉണ്ട്. എഴുതിയിട്ടുണ്ട്. കിട്ടിയോ? അതിന്റെ റിസൾട്ട് ആയോ? ഇല്ലല്ലോ അല്ലേ? എക്സാം നടന്നുണ്ട്. എൻട്രൻസ് ഒന്നും എഴുതിയില്ലല്ലേ? എഴുതിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ താല്പര്യം. ഓക്കെ. വെരി ഗുഡ് കേട്ടോ എന്ന് പറഞ്ഞു. ഡയറി വീട്ടിലാണ്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡയറി ഇംഗ്ലീഷിലാണ് പിന്നെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് അത് അവിടെ ചെല്ലുമ്പോഴത്തെ റെഡി ആയിരിക്കും. ആൻസർ റൈറ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണം. ആ സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മെയിൻസ് പോരുമ്പോഴത്തേക്ക് ആ സമയത്ത് അതാണ് ആവശ്യം വരിക. നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഈ ടോപ്പേഴ്സിന്റെ ഗൈഡൻസ് ഒന്നും എടുക്കണ്ട. ആവശ്യം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. കാണുന്നുണ്ട്. അയാള് ഭയങ്കര വെൽ സ്റ്റഡീഡ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇൻഡെപ്തിൽ അറിയാൻ കാര്യങ്ങൾ. ഞാൻ ഈ കാര്യമൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. ഇപ്പോഴേ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഉണ്ടാവും. ഷുവറാണ്. അതായത് ഞാൻ ഇപ്പോഴേ പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴേ പറയുകയാണ് ഉറപ്പായിട്ടും ആളെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഞാൻ ചെറിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനമല്ല, എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി. ഇത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് വായിച്ചു കേട്ടോ. ഓക്കെ. ഇത് വായിക്കണം കേട്ടോ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ ആണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ. കേട്ടിട്ടുണ്ട്. അതെ. സമയം കിട്ടില്ല ഇത് ഈ വീട്ടിൽ വായിക്കാമല്ലോ. വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇരുന്ന് വായിക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ. വായിക്കുക, നന്നായിട്ട് പഠിക്കുക, ന്യൂസ് പേപ്പർ റീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോവുക.
പിന്നെ ഇപ്പം എല്ലാം കൂടുതൽ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ഒരുപാട് അങ്ങ് പോവാതെ സിലബസ് നോക്കി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ ശരി ശരി ഓക്കെ ശരി ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് എപ്പോഴും സിവിൽ സർവൻ്റ് ആയിട്ട് കാണാം കേട്ടോ എന്ന് പറഞ്ഞു രണ്ടുപേരും കേട്ടോ. ഓക്കെ ശരി. ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. പേര് മറന്നു എന്തായിരുന്നു? ആഷിഖ് ഫരിയാദ്. അപ്പോൾ ആള് എന്താ പറയുക, ന്യൂസ് കണ്ടപ്പോഴത്തേന് തന്നെ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി. കാര്യം വെച്ചാൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള വളരെ ബുദ്ധിമുട്ടി അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടാണ് +2 ഇത്രയും ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത്. ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിക്കിന് ഒരു കരിയറിനെ പറ്റി വളരെ ഒരു കൃത്യമായ ക്ലാരിറ്റി ഉള്ള, അതിന് വളരെ കുറച്ച് കുട്ടികളെ ഞാൻ പലപ്പോഴും കാണാറുള്ളൂ. വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട്. ആൾ ഡൽഹി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് അവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ നോക്കുന്നുണ്ട്. അവിടെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ള കാര്യം ആൾ തീരുമാനിച്ചിട്ടുണ്ട്. ആൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, അതിനുവേണ്ടി ആൾ ഹിന്ദു പത്രം വായിക്കുന്നുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട്, ഡയറി എടുത്ത ആൾക്കുണ്ട്. ആൾ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട്, ആളെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാതൃകയാണ് ആൾ. കാര്യം നമുക്ക് പലപ്പോഴും അറിയാം, കുട്ടികൾ നമ്മുടെ പലരും നമ്മൾ പോലും നമ്മളടക്കം മാതാപിതാക്കളടക്കം വളരെ കംഫർട്ട് സോണിൽ നിർത്തിയാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് പറയും. ഇതിപ്പം കണ്ടാലറിയാം, അച്ഛൻ ഇവിടെ കരിക്കച്ചവടമായിരുന്നു. അച്ഛന് വയ്യാതായപ്പോഴത്തേനാണ് ആഷിക്ക് ജോലി ഏറ്റെടുത്തത്. അത് ജോലി ഏറ്റെടുത്തതിനൊപ്പം തന്നെ ആളെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൾ വായിക്കുക, പഠിക്കുക, ബാക്കി കാര്യം ഡയറി എടുത്ത് എല്ലാം പാരലി കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ആൾ പഠിച്ചെടുത്തു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വളരെ ഒരു ഇൻസ്പിറേഷനാണ് ആഷിക്കുന്നത്. പക്ഷേ നമ്മൾ വളരെ കംഫർട്ടോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളും എല്ലാം പോകുന്നത്. ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, ഇദ്ദേഹം പഠിച്ചാൽ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, അച്ഛനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതും പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ആ ഒരു പേരൻസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ല. നമുക്ക് കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ആൾക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റിയാണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം.